നാളെ മിഥുവിൻ്റെ ബർത്ത്ഡേയാണ്. അതിനോടനുബന്ധിച്ച് കേക്ക് വാങ്ങാൻ വേണ്ടി പോയതാണ്. ചെങ്ങന്നൂർ QTP പോയിട്ടാണ് കേട്ടോ കേക്ക് നോക്കുന്നത്. ഇത് പുതിയൊരു ഷോപ്പാണ്. അവിടെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. അവർ വെച്ചേക്കുന്ന ആ ഡിസൈനൊക്കെ അവർ ചെയ്തു തരും കേട്ടോ. അത്യാവശ്യം നല്ല കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരിവിടെ കേക്ക് മാത്രമല്ല കേട്ടോ, അവരെ തന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. 12 മണിയാകുമ്പോൾ കട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞങ്ങൾ കേക്കും വാങ്ങി ഇറങ്ങിയിരുന്നേ. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് സമയം കഥയും പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കേക്ക് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അച്ഛനും മോളും നല്ല ഉറക്ക്. ഞാൻ എങ്ങനെയൊക്കെ ഒരുവിധം അലാറം വെച്ച് എഴുന്നേറ്റതാണെങ്കിലും പുള്ളിയെ എഴുന്നേൽപ്പിച്ചപ്പോൾ ദോണ്ടേ കിടക്കുന്ന എങ്ങനെയുണ്ട്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. രാവിലെ ആയപ്പോൾ ലിയമോളെ ചുണ്ടിന് എന്തോ ഒരു തടിപ്പ് വന്നേക്കുന്നു. കുഴപ്പങ്ങളൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. എന്നാലും സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ പായസത്തിനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണം പുറത്തുനിന്നാവാമെന്നും ഇത് പറഞ്ഞപ്പോൾ അതിലും വലിയ സന്തോഷവുമായി. അങ്ങനെ പായസത്തിന് വേണ്ട പാലെല്ലാം ഞാൻ മുറിച്ചൊഴിച്ച് അതങ്ങ് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പാലിൽ വെള്ളം ഒഴിച്ചുള്ള പരിപാടികളൊന്നും പായസത്തിൽ വേണ്ടാന്ന് അമ്മ മുമ്പേ പറഞ്ഞ് എന്നെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഞാനധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് പാലിൽ തന്നെ കുറുക്കിയെടുക്കുകയാണ്. എന്നാൽ പിന്നെ കുറുകിയ പായസം എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ലൂസാക്കി തന്നെയാണ് വെക്കുന്നത്. അത്യാവശ്യം പാലെല്ലാം ഒഴിച്ച് കുറച്ച് മിൽക്ക് മെയ്ഡും ഏലക്കായും ഒക്കെ ഇടുന്നുണ്ട്. എന്നാലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം സേമിയ പായസത്തിൻ്റെ റെഡിമെയ്ഡ് മിക്സാണ് കേട്ടോ ഞാൻ വാങ്ങി വെച്ചിരുന്നത്. പറഞ്ഞ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസത്തിൻ്റെ അടുത്തോട്ട് ഫോണും കൊണ്ട് പോകാനേ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ച് മിഥു ബിരിയാണിയും വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ കേക്കും പായസവും ബിരിയാണിയൊക്കെ നമ്മൾ മാത്രം കഴിച്ചിരുന്നാൽ പോരല്ലോ. തൽക്കാലം നമുക്ക് ഈ കേക്കും പായസവും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മിഥു കേക്ക് ഭാഗം വെക്കുന്നുണ്ട്. മിഥുവിൻ്റെ കൂട്ടുകാരൊക്കെ വൈകിട്ട് ഇങ്ങ് വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളിവിടെ കേക്ക് ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ സ്ഥിരം വരുന്ന 2-3 കൂട്ടുകാരുണ്ട്. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ മിഥുവിനൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്യലും പായസം ഭാഗം വെക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കിയായിരുന്നേ. ദം ബിരിയാണിയായിരുന്നു വാങ്ങിയിരുന്നത്. എന്നത്തെയും പോലെ മലബാർ ബേക്കറിയിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിയിരുന്നത്. അങ്ങനെ ചെറിയൊരു തട്ടിക്കൂട്ട് പിറന്നാൾ പരിപാടികളൊക്കെ ഞങ്ങളിവിടെ ഒതുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.